അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അങ്ങനെയാക്കി. പിന്നെ ഇതും നമ്മൾ ഓരോ വീട് മാറുമ്പോൾ ഇതിങ്ങനെ തുടച്ച് നമ്മുടെ മാർക്കറില്ലേ, മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. എപ്പോഴെപ്പോഴും ഇങ്ങനെ വീട് മാറുന്നത് കൊണ്ട് അതിങ്ങനെ അന്നേരം നമ്മൾ മാർക്ക് ചെയ്യും ഓരോ വീടിൻ്റെ റൂം നമ്പർ. അപ്പം മുത്തശ്ശി വരുന്ന സമയത്ത് ഇവിടെ വിഷു ആയിരുന്നു. ആ സമയത്ത് നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹമാണിത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഇവിടെ ഒരു സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ചു. ഇത് മീഷോയാണെന്ന് തോന്നുന്നു. ഇത് നമ്മളിത് കൂട്ട് അവരെ പോയി പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോദിച്ചു ഇങ്ങനത്തെ എന്തെങ്കിലും സെക്കൻഡ് ഹാൻഡ്. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സ്ഥലം ഈ വീട്ടിലെ ഇവിടെയാണ്. ഞാനിപ്പോഴും എനിക്ക് മാക്സിമം ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. എൻ്റെ ഓവർ തിങ്കിങ് സ്പോട്ടാണിത്. സോ ഇവിടെ ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തു. ഇതെല്ലാം ഓൺലൈനാണ്. ഇതിനകത്തുണ്ടല്ലോ പിക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കോട്ടൊക്കെ ഞാൻ എഴുതിയതാ. കൊള്ളാവോ? ഇവിടെ ഇങ്ങനെ പോകും. ഇപ്പം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് നോക്കണ്ട. ട്യൂസ്ഡേ ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. എന്താ ടർഫ് കാണാൻ പറ്റും. പിന്നെ അപ്പുറത്ത് ആ ഒരു ഭാഗമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഏരിയ ആണ് കുട്ടികളുടെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. കിച്ചൺ ടൂർ. ഡെസ്ക് വെച്ചിട്ട് ആ ഡെസ്കിലായിരുന്നു നമ്മുടെ കിച്ചൺ. ആ സമയത്ത് നമുക്ക് ഒരുപാട് ഉപകരിച്ചൊരു സംഭവമാണ്. ഇത് എവിടെ കൊണ്ടായാലും നമുക്ക് യൂസ്ഫുള്ളാണ്. ഇവിടെ ഇതൊരു ഭയങ്കര വലിയ ഉപകാരമായിരുന്നു. ഞാനും മുത്തശ്ശി മാത്രമായിരുന്നല്ലോ ഇവിടെ ആദ്യം. ആ സമയത്ത് ഞങ്ങൾക്ക് ഗ്യാസ് ഇവിടെ വരെ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കായി പോയി. പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാനും തുണിയൊക്കെ ഇടാനും ഒക്കെ ആയിട്ടൊരു സെറ്റപ്പും കൂടെ ഉണ്ട്. കുളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ തുറന്നിറങ്ങി കുറച്ച് കാറ്റൊക്കെ കൊള്ളാം. പിന്നെ ശരി, എന്തൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത്? ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാറുണ്ടോ ആൾക്കാർ? നമുക്ക് നമ്മുടെ ബെഡ്റൂം കാണാം. ഇതാണ് എൻ്റെ ബെഡ്റൂം, വീട്ടിലില്ലാത്ത ബെഡ്റൂം. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കാണിച്ചു ഇവിടെ നമുക്കൊരു ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആക്ച്വലി ഇന്ന് വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് മൂവ് ആവുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന വീടും ജസ്റ്റ് ബിൽഡിങ്ങും ഒക്കെ ഒന്ന് ഷോർട്ടായിട്ട് എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി ജസ്റ്റ് ഒരു ഹോം ടൂർ പോലെ നിങ്ങളെല്ലാവരും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്ര നാളും മുംബൈയിൽ വന്നിട്ട് നിന്നിട്ടുള്ളിടത്തിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. എൻ്റെ ഹസ്ബൻഡ് നേവിയിലാണല്ലോ. അപ്പോൾ പുള്ളി ട്രാൻസ്ഫർ ആയ സമയത്തായിരുന്നു ഞാൻ ഈ വീട് റെൻറ്റിലെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കിപ്പോൾ വീണ്ടും ട്രാൻസ്ഫർ ആയിട്ട് മുംബൈയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കൊളാബയിൽ നമുക്ക് ക്വാർട്ടേഴ്സ് കിട്ടി. അപ്പം എന്തായാലും അങ്ങോട്ടേക്ക് മാറിയേ പറ്റുള്ളൂ. അത് കാരണം നമുക്ക് ഈ വീട് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറേ സംഭവങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ ഇതാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം എല്ലാം ഒന്ന് കണ്ടിട്ട് വാ. 6ാമത്തെ നിലയിൽ ഇതാണ് നമ്മുടെ വീട്. രാവിലെ ഒന്നും വെട്ടമില്ല. ഇത് കണ്ടോ, ഇത് നമ്മൾ രണ്ടാമത് നിന്ന വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ഈ സാധനം. ഇവിടെ എന്തോ സ്വീറ്റ് ഹോം എന്ന് മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഇങ്ങനെയാക്കി, ഞാനിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് അങ്ങനെയാക്കി. പിന്നെ ഇതും നമ്മൾ ഓരോ വീട് മാറുമ്പോൾ ഇതിങ്ങനെ തുടച്ച് കളഞ്ഞിട്ട് ഇത് ഞാൻ ജസ്റ്റ് ലവിൻ്റെത് മാത്രം സ്റ്റിക്കർ എടുത്ത് വെച്ചേക്കുക. ബാക്കി ഞാൻ നമ്മുടെ മാർക്കറില്ലേ, മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. എപ്പോഴെപ്പോഴും ഇങ്ങനെ വീട് മാറുന്നത് കൊണ്ട് അതിങ്ങനെ അന്നേരം നമ്മൾ മാർക്ക് ചെയ്യും ഓരോ വീടിൻ്റെ റൂം നമ്പർ. അങ്ങനെ പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ല. നമ്മളൊരു ഷൂറാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വീട്. കയറി വരുമ്പോഴേ ഞങ്ങളുടെ പൂജ റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു പൂജ സെറ്റപ്പ് പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തൊരു സ്റ്റാൻഡാണ് ഇത്. മുത്തശ്ശി ഞാനും ആയിരുന്നല്ലോ ആദ്യം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം മുത്തശ്ശി വരുന്ന സമയത്ത് ഇവിടെ വിഷു ആയിരുന്നു. ആ സമയത്ത് നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹമാണിത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ നമ്മളിത് വാങ്ങിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പതുക്കെ വാങ്ങിച്ചു വന്നതാണ്. പിന്നെ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ രാമായണവും മഹാഭാരതവും ഒക്കെയാണ്. മുത്തശ്ശി ഇങ്ങനെ രാമായണ മാസത്തിൽ പാരായണമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ പഴയ സാധനങ്ങൾ, ആദ്യം തൊട്ടേ നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ സ്റ്റാൻഡ് ഓണർ നമുക്ക് ചെയ്തു തന്നതാണ്. നമുക്ക് വേറൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന കൂട്ടത്തെ ഒരു സ്റ്റാൻഡായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഇവിടെ നമുക്ക് ആണി അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരോട് ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ചെയ്തു തരാം, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് തന്നതാണ്. സോ ഇതാണ്
കയറി വരുമ്പോഴേ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ചു. ഇത് മീഷോയാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് എന്തോ ചെടിയൊക്കെ വെക്കുന്ന പോലത്തെ സ്റ്റാൻഡാണ്. പിന്നെ നമ്മളത് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇത് പ്രൊജക്ടർ നമുക്ക് ടി വി ഒക്കെ ക്യാരി ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ. ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന സമയത്ത് ടി വി ഒന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൊജക്ടർ വാങ്ങിച്ചത്. ഇതാകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ചു കൂട്ടിയ ഓരോരോ സാധനങ്ങളാണ്. പിന്നെ ഇത് ഈ അമ്മേനെയൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനില്ല. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിയതാ, വാൾ സ്റ്റിക്കർ. പിന്നെ ഈ സോഫ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇരിക്കാൻ പോലും ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് താഴത്ത് നമുക്ക് 2 ഫാമിലി ഉണ്ട്, മലയാളി ഫാമിലി. അവരായിരുന്നു എൻ്റെ കച്ചിത്തുരുമ്പെന്ന് പറയാൻ. അപ്പോൾ നമ്മളിത് കൂട്ട് അവരെ പോയി പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോദിച്ചു, ഇങ്ങനത്തെ എന്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഒരു സോഫയാണിത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറുതുമാണ്, ഭയങ്കര കംഫർട്ടബിളുമാണ്. അപ്പോൾ മുത്തശ്ശിക്ക് ജസ്റ്റ് ഇരിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ ചുട്ടുമണീനെ ഞാൻ സോഫയ്ക്ക് ആക്ച്വലി ഒരു കുഷൻ നോക്കി ഇങ്ങനെ പോയതാണ് ഓൺലൈനിൽ നിന്ന്. അപ്പോൾ ആ സമയത്താണ് ഷുട്ടൂനെ കാണുന്നത്. ഷുട്ട് കറക്റ്റ് ഈ സോഫയുടെ കളറായതുകൊണ്ട് ഷുട്ടൂനെ നമ്മളിങ്ങനെ തൂക്കി. അങ്ങനെയാണ് ഷുട്ട് ഈ വീട്ടിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മളെല്ലാ കച്ചറകളും എല്ലാം ഇതിലേക്കാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. സോ അത്രേ ഉള്ളൂ അവിടെ. പിന്നെ ഈ കസേരകളൊക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളും പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സോ ഇത്രേ ഉള്ളൂ ഇവിടെ. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സ്ഥലം ഈ വീട്ടിലെ ഇവിടെയാണ്. എനിക്ക് മാക്സിമം ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീനും വെച്ചേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഓവർ തിങ്ക് ചെയ്യും. എൻ്റെ ഓവർ തിങ്കിങ് സ്പോട്ടാണിത്. സോ ഇവിടെ ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തു. ഇതെല്ലാം ഓൺലൈനാണ്. ഇതിനകത്തുണ്ടല്ലോ പിക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കോട്ടൊക്കെ ഞാൻ എഴുതിയതാ. കൊള്ളാവോ? ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം കലാപരിപാടികളാണ്. ഇതും നമ്മൾ ഓൺലൈൻ വാങ്ങിയതാണ്. ഈ പോട്ട്സ് നമ്മൾ ഇവിടുത്തെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ചെടി വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെ നമ്മൾ പോട്ട്സും വാങ്ങിയതാണ്. ഇതൊക്കെ ചെടിയെല്ലാം കരിഞ്ഞു പോയി. ആക്ച്വലി കുറേ ചെടികളുണ്ടായിരുന്നു. മുത്തശ്ശി ഇവിടെ നിൽക്കുമ്പോൾ മുത്തശ്ശിക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കേട്ടിട്ട് നമ്മൾ കുറേ ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നാട്ടിൽ പോയപ്പോഴത്തേക്കും എല്ലാം കരിഞ്ഞു പോയി. ഇതൊരു തുളസിയായിരുന്നു. ആ തുളസി മുത്തശ്ശിക്ക് ഇവിടുത്തെ മലയാളി സമാജത്തിൻ്റെ വുമൻസ് ഡേക്ക് മുത്തശ്ശിക്ക് ആദരവായിട്ട് കിട്ടിയതായിരുന്നു. അതും കരിഞ്ഞു പോയി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു തുളസി ഉണ്ടായിരുന്നു, അതും കരിഞ്ഞു പോയി. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നൊരു തുളസിയാണിത്. ജസ്റ്റ് നട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ബാൽക്കണി. സോ ഞാനിവിടെ വരുന്ന സമയത്ത് ഇത്രയും ബിൽഡിങ്ങുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ജസ്റ്റ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ 2-3 ബിൽഡിങ്ങുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ വരുന്ന ഇതൊക്കെ ഒരു 1-2 മാസത്തിനുള്ളിൽ ഇതെല്ലാം കഴിയുന്നുള്ള ഇവിടുത്തെ പണികൾ. പെട്ടെന്ന് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് വരുന്നത്. പെട്ടെന്ന് ഓരോരോ പണികൾ കഴിയുന്നു, പുതിയ സാധനങ്ങൾ വരുന്നു, ഒക്കെ പെട്ടെന്ന്. ഒട്ടും ഡെവലപ്ഡ് അല്ലാത്തൊരു ഏരിയ ആയിരുന്നു. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഐശ്വര്യമാണോ എന്ന് അറിയത്തില്ല, പെട്ടെന്ന് എല്ലാം ഡെവലപ്പായി വരുന്നുണ്ട്. ഈ കടകളായാലും ഒന്നും ഇത്ര ഇല്ലായിരുന്നു. കടകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രീറ്റിൽ മാത്രമായിരുന്നു കടകളും ഒക്കെ. അങ്ങനെ ഈ ഒരു ഭാഗത്ത് ട്യൂസ്ഡേ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ട്യൂസ്ഡേ മാർക്കറ്റിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ട്യൂസ്ഡേ ഇവിടെ ഇങ്ങനെ പോകും. ഇപ്പം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നൊന്നും നോക്കണ്ട. ട്യൂസ്ഡേ ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അത്രയ്ക്ക് ഈ റോഡൊക്കെ ബ്ലോക്കാവും. അതുപോലെ ആൾക്കാരാണ് ഇവിടെ വന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. എല്ലാ സാധനങ്ങളും കിട്ടും. ഇപ്പം എന്താണോ നിങ്ങൾക്ക് വേണ്ട, അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടുമെന്ന് പറയുന്ന പോലെ എല്ലാം കിട്ടും അവിടെ. ഇവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു.
ഇതാണ് ചന്ത ദിവസം. കണ്ടോ, റോഡൊക്കെ ബ്ലോക്കാണ്. ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു മലയുണ്ട്, കാണാമെന്നറിയത്തില്ല. ഇതാ അവിടെ ഒരു മലയുണ്ട്. പിന്നെ അവിടെ ഇത്തിരി വെള്ളം കൂടുതലൊക്കെ ആയിട്ട് ഒരു നദിയൊക്കെ പോലെ കിടക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം വറ്റി. എനിക്ക് തോന്നുന്നു ലഗൂണാന്ന് തോന്നുന്നു അവിടെ. സോ ഇത്രയാണ് നമ്മുടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടർഫ് കാണാൻ പറ്റും. പിന്നെ അപ്പുറത്ത് ആ ഒരു ഭാഗമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഏരിയ ആണ് കുട്ടികളുടെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ താഴെ പോകുമ്പോൾ. ഇതാണ് ആ ഒരു ഏരിയ. ഞാൻ വരുന്ന സമയത്ത് ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. ഇതിൻ്റെ എല്ലാം പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബീവിങ്ങിൽ ആകെ ഞങ്ങളുടെ റൂമും പിന്നെ വേറൊരു ഫാമിലിയും മാത്രമേ ഒക്കുപ്പൈഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വാടകയ്ക്ക് കിട്ടിയത് തന്നെ. പിന്നെ ഇവിടെയാണ് സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഇപ്പുറത്തായിട്ടൊരു റിക്രിയേഷൻ ഏരിയ പോലെ നൈറ്റൊക്കെ വന്ന് ഇരിക്കാനും വൈകുന്നേരമൊക്കെ വന്ന് എല്ലാവർക്കും വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസാണ്. പിന്നെ ഇവിടെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഇടയ്ക്കാണ് സ്റ്റാർട്ടായത്. ഇതിൻ്റെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം ഒന്നായി വന്നപ്പോഴത്തേക്കും നമുക്ക് പോവാറായി. സോ ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ടർഫിലൊക്കെ പിള്ളേരൊക്കെ വന്ന് കളിക്കും വൈകുന്നേരം ആകുമ്പം. ഇപ്പം ഇവിടെ ഭയങ്കര എന്താ പറയുന്നത്, എപ്പോഴും നല്ല ആളും അനക്കമൊക്കെ ആയി. ഒത്തിരി പേര് ഒക്കുപ്പൈഡുമായി. ഇത്രയാണ് നമ്മുടെ ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. സോ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഇത്ര സാധനങ്ങളാണ് വാഷ് ഏരിയ. ഇതൊക്കെ അലമ്പി കിടക്കുവാൻ ഞാനിപ്പം വൃത്തിയാക്കിയതാണ്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഇനി ഇതും ഒരു ലൈറ്റാണ്. ഇതിങ്ങനെ നിറം മാറും കേട്ടോ. കൊള്ളാവോ? ഇത് നമ്മളിവിടുത്തെ ക്രഫ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന അവിടെ നിന്ന് വാങ്ങിയ. സോ ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. കിച്ചൺ ടൂർ. ഇവിടെ ഇത് നമ്മുടെ ഫ്രിഡ്ജ്. ഇവിടെ ഞാൻ കുറച്ച് വീണ്ടും ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് കൊടുക്കുമോ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ്. പിന്നെ ഈ സൈഡ് വരുമ്പോൾ വീണ്ടും ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊളാബയിൽ ഒരു ഒറ്റ മുറിക്കകത്തായിരുന്നു നമ്മുടെ കുക്കിംഗ് ആണെങ്കിലും കുക്കിങ്ങും കിടക്കുന്നതും എല്ലാം ഒറ്റ ഒരു റൂമിലായിരുന്നു. ഒരു ചെറിയൊരു ഡെസ്ക് വെച്ചിട്ട് ആ ഡെസ്കിലായിരുന്നു നമ്മുടെ കിച്ചൺ. ആ സമയത്ത് നമുക്ക് ഒരുപാട് ഉപകരിച്ചൊരു സംഭവമാണ്. ഇത് എവിടെ കൊണ്ടായാലും നമുക്ക് യൂസ്ഫുള്ളാണ്. എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിലും അധികം സ്ഥലമൊന്നും എടുക്കാതെ എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് തോന്നുന്നു മീഷോയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നെന്ന് തോന്നുന്നു. ഒത്തിരി നാളായി ഇത് വാങ്ങിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായി ഇപ്പോൾ. സോ പിന്നെ ഇവിടെ വെള്ളം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ഈ കൊട്ടയുണ്ടല്ലോ, ഇത് നമ്മൾ നേവി നഗറിലേക്ക് മാറുന്നതിന് അവിടുത്തെ അക്കോമഡേഷൻ ഓഫീസിൽ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്ന കേട്ടോ. ഇതാ അവരവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ വെജിറ്റബിൾസാണിത്. എല്ലാം അവിടുത്തെ തന്നെയാണെന്നാണ് പറയുന്നത്. ഫ്രിഡ്ജ് വെക്കണം അതൊക്കെ. അപ്പോൾ ഇതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് വേസ്റ്റ് നമ്മൾ ഉള്ളിയുടെ തൊലിയും എല്ലാം നമ്മൾ അങ്ങനെ നമ്മൾ ആ കളയുന്ന സമയത്ത് ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റ് അങ്ങ് കളയാലോ അപ്പം തന്നെ. അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ വേറൊന്നും ഇല്ല. ഇത്രയാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ പൈപ്പ് ലൈനിലാണ് കേട്ടോ ഗ്യാസ് വരുന്നത്. നമ്മുടെ അവിടെയൊക്കെ എത്ര സ്ഥലത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഉണ്ടോയെന്നും എനിക്കറിയില്ല.
ഇവിടെ അതെ ഇതൊരു ഭയങ്കര വലിയ ഉപകാരമായിരുന്നു. ഞാനും മുത്തശ്ശി മാത്രമായിരുന്നല്ലോ ഇവിടെ ആദ്യം. ആ സമയത്ത് ഞങ്ങൾക്ക് ഗ്യാസ് ഇവിടെ വരെ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കായി പോയേനെ. ആ ഒരു ടാസ്കിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് ഗ്യാസിനായിട്ട് എങ്ങും പോകണ്ട. പക്ഷെ നോർമൽ ഗ്യാസ് എടുക്കുന്നതിനേക്കാളും ഇരട്ടി പൈസയാണ് നമ്മൾ ഇവിടുത്തെ ഈ പൈപ്പ് ലൈൻ ഗ്യാസിന് കൊടുക്കുന്നത്. നമ്മളിതൊന്ന് ജസ്റ്റ് ഇത് ഇത്ര ഓപ്പൺ ചെയ്താൽ തന്നെ നന്നായിട്ട് ഗ്യാസ് വരും. പിന്നെ ആദ്യമൊക്കെ ഇത്ര ഓപ്പൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പൈസ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫോഴ്സിലാണ് ഗ്യാസ് ഇതിൽ വരുന്നത്. സോ അതൊരു കാര്യമായിരുന്നു. ഈ ഗ്യാസിൻ്റെത് ആണെങ്കിൽ ഇപ്പുറത്തത് ഇവിടെ മീറ്ററുണ്ട്. ഈ മീറ്ററിൽ വരുന്ന ഗ്യാസ് അവർ മെഷർ ചെയ്യും, എന്നിട്ട് നമുക്ക് ബില്ല് തരും. എന്നിട്ട് ഓൺലൈനായിട്ട് നമ്മൾ ബില്ല് അടയ്ക്കണം. അങ്ങനെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കബേർഡ്സ് എല്ലാം അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. എല്ലാം അവരിങ്ങനെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. എന്തൊരു സാധനം അതിൻ്റെ അകത്തുനിന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും അരി ഇത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് കവേഴ്സും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വെച്ചു. പക്ഷേ നമ്മൾ പോകുമ്പോൾ അത് എടുക്കാൻ മറക്കും. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പൈസ കൊടുത്ത് കവർ വാങ്ങും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ കരിഞ്ഞതും പൊരിഞ്ഞതുമായ സാധനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ടിൻസാണ്, കണ്ടെയ്നേഴ്സിൻ്റെ ഒരു സെക്ഷനാണിത്. പിന്നെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. എന്നാൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഏപ്രിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ്. സോ ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കാണിച്ചു തരാമൊന്നുമില്ല. ഇവിടെ അതുകൊണ്ട് കുക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഓണർ നല്ല മനുഷ്യനാണ്. അവർ നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾക്ക് എത്ര സ്പേസാണ് വേണ്ടത് എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ പാത്രങ്ങളൊക്കെ എങ്ങനെയാണ്, അപ്പോൾ എന്തൊക്കെ വെക്കണം എന്നൊക്കെ അവർ ചോദിച്ചിട്ട് നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനാണിത് നമുക്ക് ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം ചെയ്ത് തന്നേക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് കപ്സും കാര്യങ്ങളൊക്കെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കപ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ടോയ്ലറ്റ്, ഇതിവിടെ എല്ലാ വീട്ടിലും ബാത്റൂം വേറെ ടോയ്ലറ്റ് വേറെ അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം. ഇവിടെ നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാനും തുണിയൊക്കെ ഇടാനും ഒക്കെ ആയിട്ടൊരു സെറ്റപ്പും കൂടെ ഉണ്ട്. കുളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ തുറന്നിറങ്ങി കുറച്ച് കാറ്റൊക്കെ കൊള്ളാം. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ശരി, ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത്, ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാറുണ്ടോ ആൾക്കാർ? പിന്നെ ഇതാ ടോയ്ലറ്റ്, അതും സെപ്പറേറ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ടോയ്ലറ്റും സെപ്പറേറ്റ് ബാത്റൂമുമാണ് ഇവിടെ. അതുകൊണ്ട് ഭയങ്കര ഗുണം. ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കും, മറ്റേ ആൾക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ മറ്റേ ആൾ ഇറങ്ങാൻ നോക്കിക്കണ്ട. അതാണ് ഇവിടുത്തെ ഗുണം. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത് നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പം നമുക്ക് നമ്മുടെ ബെഡ്റൂം കാണാം. ഇതാണ് എൻ്റെ ബെഡ്റൂം. കട്ടിലില്ലാത്ത ബെഡ്റൂം. നമ്മൾ ബെഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കട്ടിൽ വാങ്ങിയില്ല, കാരണം നമ്മൾ ഈ കബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സോഫേൻ്റെ ഒപ്പം തന്നെ. അപ്പം ഇതും ആ സോഫയും കൂടെ ആയപ്പോൾ തന്നെ ഏകദേശം ടൈറ്റായി. പിന്നെ ബെഡ് കോട്ട് വാങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തശ്ശിക്ക് മാത്രമായിട്ട് നമ്മളൊരു സിംഗിൾ ബെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ വാങ്ങിച്ചൊട്ടിച്ചതാണ്. ഇതിന് കണ്ണാടി ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇത് പ്രയോജനമില്ല, ഡിസ്റ്റോർഡ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, പിന്നെ ഇതൊക്കെ സാധനങ്ങളെല്ലാം കൂടി ഞാൻ അലമ്പാക്കി വെച്ചേക്കും. കാരണം മാറുമായതുകൊണ്ട് നമ്മളെല്ലാം പാക്ക് ചെയ്ത് തുടങ്ങി. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ പെട്ടികളാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ ഇച്ചിരി വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്ത് ഇട്ടതാണ്. ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് തുടങ്ങി.
ഏകദേശം മാറാൻ പോവാണല്ലോ. പിന്നെ ഇതാണ് എൻ്റെ ന്യൂഡിനെ കെട്ടിപ്പിടിച്ചാണ് ഞാൻ ഇപ്പോഴും കിടന്നുറങ്ങുന്നത്. എനിക്കറിയാം ഇത് ഭയങ്കര ക്രിഞ്ചാണെന്ന്, പക്ഷേ എനിക്ക് പോലും ബോധമില്ലാത്ത സമയത്താണ് ന്യൂഡി എൻ്റെ കയ്യിലെത്തുന്നത്. അന്ന് തൊട്ടേ ശീലമായിപ്പോയി, അതാണ് അവസ്ഥ. ന്യൂഡി ഞാൻ കണ്ട സ്ഥലങ്ങളെല്ലാം ന്യൂഡി കണ്ടിട്ടുണ്ട്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും ന്യൂഡിനെ കൊണ്ടാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും ഒക്കെ ഉള്ളവർക്കൊക്കെ നന്നായിട്ടറിയാം. അവരെല്ലാം എന്നെ എപ്പോഴും കളിയാക്കുന്ന ഒരു പേര് ന്യൂഡിനെ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇവിടെ നമുക്കൊരു ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട്. വീണ്ടും ഇവിടാണ് നമ്മൾ തുണിയൊക്കെ ആറാനായിട്ട് ഇടുന്നത്. തുണിയൊക്കെ ആറാനായിട്ട് ഇടുന്നത് ഇവിടെയാണ്. ആ ബെഡായിരുന്നു, സിംഗിൾ ബെഡായിരുന്നു. ഫോൾഡബിൾ ആയിട്ടുള്ളൊരു സിംഗിൾ ബെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശിക്ക്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടുത്തെ കാഴ്ച തന്നെ ഇവിടെ. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ റൂം. വിട്ടുപോയി. ഇത് എൻ്റെ ബുദ്ധൻ. ഇതൊക്കെ ഈ ഡെക്കോറൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്താണ്. കളാവോ? അപ്പം ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഇനിയും നമ്മൾ താമസിക്കാൻ പോകുന്ന വീടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തെ വ്യത്യാസം. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ക്വാർട്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. കുറേ പരിപാടികളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കത് ശരിയാക്കാം അല്ലേ? അപ്പോൾ ഇത്ര